വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. ഈ ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ തുളി എടുത്ത് രുചിച്ചു നോക്കുക. ഏതു ഭാഗത്തു നിന്ന് രുചിച്ചു നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം. ഈ ലായനി ജോൺ സക്കറിയ എവിടുന്നാ? പ്രസി പോയിരുന്നു. കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കാണെന്ന് അറിഞ്ഞു. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ. എന്റെ പേര് നരേന്ദ്രൻ. ഇത് മാനസ ഒരു ജേർണലിസ്റ്റാ. അങ്ങേര് സുഖമില്ലാതെ കിടക്കുക. ബുദ്ധിമുട്ടിക്കില്ല, ഒരു 5 മിനിറ്റ് മതി. വരൂ. മോനാ കസേര ഇങ്ങെടുത്തോണ്ട് വാ. ഏതോ പത്രത്തിൽ നിന്നാ. എന്തു വേണം? എന്താ അസുഖം? നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത്? ജ്വാലയില് ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ചു മുമ്പ്. ജനു എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാലയിൽ മാത്രമാണ്. എവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത്? അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല. വന്നു സർ, പത്രം എന്റെയിലുണ്ട്. വേണ്ട, എനിക്കത് കാണണ്ട. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലിക്കരുത്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല. സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ വാർത്ത ഇട്ടെന്റെ പേരില്ല ഇപ്പൊ ഈ കിടക്കുന്നത്. പ്രസ് തല്ലി പൊളിച്ചു. ഈ മനുഷ്യനെ എണീക്കാൻ വയ്യണ്ടാക്കി. ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. മേലി, ആരാ ഇതൊക്കെ ചെയ്തത്? നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത്? അവരൊക്കെ തന്നെ. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാമല്ലോ. ഭയപ്പെടണ്ട. ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല. ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? ജനാർദ്ദനെ കൊന്നത് ഞങ്ങളാണ്. അവനെ മാത്രമല്ല, ഞങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവം അതായിരിക്കും. പക്ഷെ തന്റെ പത്രത്തിലുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. മാസത്തോളം വെല്ലൂരിലെ ആശുപത്രിയിലായിരുന്നു. ചികിത്സയ്ക്ക് മാത്രമല്ല, ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു. എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത്. പിന്നെ വരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ. Good evening. Mr. Nambiar. Yes?
മിസ്റ്റർ ജലീൽ. മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളെ 3 പേരെയും എനിക്കറിയാം. എന്റെ പേര് ബെൻ നരേന്ദ്രൻ. കാറുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്, സമയമാണെങ്കിൽ വളരെ കുറവും. കാണാം. നരേന്ദ്രൻ, ആ. നരേന്ദ്രൻ, ആ. എഴുന്നേക്ക്. സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഓ. അവാർഡ് ചടങ്ങ് 15-നാണത്ര ഉദ്ദേശിക്കുന്നത്. ഓ. പരോള് കഴിഞ്ഞ് താ 11-ന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അവാർഡൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ. താൻ ഏതായാലും ഒന്നങ്ങോട്ട് ചെല്ല്, അവർക്കൊന്ന് കാണാനാ. ആ, നമസ്കാരം. നമസ്കാരം. ഇരി. തിരക്കിനിടയിൽ നേരത്തെ വന്ന് കാണാൻ സാധിച്ചില്ല. ഉം. ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ നരേന്ദ്രനാണ്. നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾക്കേറ്റ കനത്ത ഒരടിയാണ് ശരണാലയം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആട്ടെ, ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് നടക്കില്ല. ചടങ്ങ് നടക്കട്ടെ, എന്റെ കാര്യം പ്രശ്നമാക്കണ്ട. അത് പ്രശ്നമാണ്. ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പരോള് കഴിയുന്നത് എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ബെന്നുണ്ടായേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, 11-നാണല്ലോ തിരിച്ചു പോകുന്നത്. ആ. 11-ന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം. അത് വേണോ? വേണം, ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇനി വൈകുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ. ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ. 11-ക്കോ? മനസ്സടിച്ചു വിളിക്കുന്നു. അത് ശരി. വേറെ ആളുകളെ കവർ ചെയ്ത് തുടങ്ങിയോ? ഞാൻ റിപ്പോർട്ടേഴ്സിനെ അയക്കാം. 2 പേരെ അയക്കാം. എന്താ അതിന്റെ ഭാവം? എന്താ ഇതൊക്കെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് സാർ ഇത്. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ. ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ. വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത്. നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്ത പല VIP-കളുടെയും മുഖം മൂടി പൊളിഞ്ഞു വീഴും. താനെന്തിനാ ഇതൊക്കെ കുത്തിപ്പൊക്കാൻ നിൽക്കുന്നത്? സാർ, ഇതിലെ സത്യമാണ് സാർ. എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം. സാർ, തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്ററാണിത്. നമ്മുടെ പത്രത്തിൽ ഇത് കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാ എഡിറ്ററാണെന്ന് പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുന്നത്? എന്താ മനസ്സേ? എന്താന്നറിയില്ല. അവര് ആ മോട്ടോർ ബൈക്കുകാര്